ഫയർമാൻ പരീക്ഷയുടെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 3 വർഷം വരെ തടവ്, അതല്ലാന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ വരെ പിഴവാണ് ഇത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ശിക്ഷ, മാക്സിമം ശിക്ഷ. നെക്സ്റ്റ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 സെക്ഷൻ 67B ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അതല്ലെങ്കിൽ തെറ്റായ പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദ്യം. അപ്പോ ഇങ്ങനത്തെ ഈ ആക്ടിന്റെ ഇതൊക്കെ വീഡിയോസും റിവിഷൻ വീഡിയോസും നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഒന്ന് കയറി കാണാം. നിങ്ങൾക്ക് റാങ്ക് ഉറപ്പിക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചതെല്ലാം ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇടുന്നത്. അപ്പൊ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നോക്കാം. IT ആക്ട് 2000 സെക്ഷൻ 67B തെറ്റായ പ്രസ്താവന എന്ന് കാണുമ്പോൾ അത് അടിയിൽ വരയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയായത് എടുത്ത് എഴുതാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇതങ്ങനെ അടിയിൽ വരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിച്ചിട്ട് മാത്രമേ മാർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അത് വരച്ചിടാനായിട്ട് അധികം ടൈമൊന്നും പോവില്ല. പക്ഷെ നമ്മുടെ ഒരു മാർക്കായാലും ആ ഒരു മാർക്ക് എന്നുള്ളത് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന മാർക്കാണ്. അപ്പൊ അത് വെറുതെ വിട്ടുകളയരുത്. അപ്പൊ ഒരു ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ ഒരു വര വരച്ചിട്ടേക്കാം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ നോക്കാം. 10 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴവും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെന്ന് പറയുന്നുണ്ട്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ അയാളുടെ ചിത്രങ്ങൾ എടുക്കുന്നത് ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ചൈൽഡ് പോർണോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ശിക്ഷാ നടപടികൾ ഈ വകുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് കുട്ടികളുടെ നഗ്നമായ ചിത്രങ്ങൾ ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷാ നടപടികൾ ഇതിൽ ഉൾപ്പെടുത്തുന്നു എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ IT ആക്ട് ഒക്കെ നല്ലപോലെ പഠിച്ചു വെക്കുക. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ്, പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്ന കാരണങ്ങൾ കൊണ്ട് IT നിയമം 2000 സെക്ഷൻ 66A സുപ്രീം കോടതി എന്നാണ് നീക്കം ചെയ്തത് എന്നാണ് ചോദ്യം. എന്നായിരുന്നു? 2015 മാർച്ച് 24 അത് നീക്കം ചെയ്തത്. നെക്സ്റ്റ്, വിവര സാങ്കേതിക വിദ്യാ നിയമം അനുസരിച്ച് താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്നത് എന്ന്. ഏതിനൊക്കെയായിരുന്നു? ഈ സൈബർ ഭീകരവാദത്തിന് മാത്രമാണ് ജീവപര്യന്തം ശിക്ഷ. അല്ലാതെ പോണോഗ്രാഫി, ചൈൽഡ് പോണോഗ്രാഫി, ഹാക്കിങ്ങിനൊന്നും ജീവപര്യന്തം ശിക്ഷ കിട്ടുന്നില്ല. അപ്പൊ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.